എല്ലാവരും സുഖായിരിക്കുന്നെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ആദ്യമേ തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ട്ടാ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. നിങ്ങൾ ഇത് വെച്ചിട്ടുള്ള പായസമൊക്കെ കഴിച്ചിട്ടുണ്ടാവും. എന്നാൽ പലഹാരം നിങ്ങൾ ആരും കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതുപോലൊരു പലഹാരം റെഡിയാക്കി നോക്കിക്കോളൂ. സൂപ്പർ ടേസ്റ്റാണ്. ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് ട്ടാ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചൗവരി ഒന്ന് കുതിർത്തിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 കപ്പ് ചൗവരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് ഇതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ചൗവരി എല്ലാം കുതിർന്നിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ അത് കഴിയട്ടെ. അതിന് ശേഷം നമുക്ക് എടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഈ സ്നാക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഞാനിവിടെ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പഴം ചെറുതായിട്ടൊന്ന് വഴന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ 1 കപ്പ് നാളികേരം ചിരകിയതാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നാളികേരത്തിൻ്റെ നനവൊക്കെ പോയിട്ട് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വരുന്ന വരെ ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം ഞാൻ ഇതൊന്ന് ചൂടാക്കി എടുത്തു. അപ്പോൾ കണ്ടോ പഴവും നാളികേരമൊക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ചവരിയില്ലേ ഇതിപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ടോ ചവരി എല്ലാം കുതിർന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നു. ഇനി നമുക്ക് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി ഊറ്റിയെടുത്തതിന് ശേഷം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ദേ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഊറ്റിയെടുത്തിട്ടുള്ള ചവരിയില്ലേ ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഇതിങ്ങനെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വേഗം തന്നെ നമുക്കിത് റെഡി ആയിട്ട് കിട്ടും. കാരണം നമ്മളിത് കുതിർത്തിയെടുത്തിട്ടുള്ളതല്ലേ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ കുറച്ച് നേരം ഞാൻ അതൊന്ന് തിളപ്പിച്ചെടുത്തു. അപ്പോൾ കണ്ടോ ചവരിയെല്ലാം ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ വെള്ളത്തിൽ നിന്ന് നമുക്ക് ഇതൊന്ന് ഊറ്റിയെടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഊറ്റിയെടുത്തിട്ട് വേണം കേട്ടോ ഇത് മാറ്റി വയ്ക്കാനായിട്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒട്ടിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്തെടുത്തോളൂ. അപ്പോൾ ഞാൻ അതിന് അങ്ങനെ ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ഈ പലഹാരത്തിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ദേ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയില്ലേ ഇതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പഴത്തിൻ്റെ മിക്സ് ഇല്ലേ ഇത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഊറ്റിയെടുത്തുള്ള ചവരിയില്ലേ കണ്ടോ ഇതിപ്പോൾ നോർമൽ വാട്ടറിൽ നമ്മളൊന്ന് ഊറ്റിയെടുക്കുമ്പോൾ ഇതുപോലെ എല്ലാം അങ്ങനെ വിട്ട് കിട്ടും. അപ്പോൾ ഇതൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കരപ്പാനിയാണ്. ഞാനിപ്പോൾ ഒരു 300 ഗ്രാം ശർക്കരയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റവയാണ്. ഞാനിപ്പോൾ 1/4 കപ്പ് റവയാണ് ട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മധുരമൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് 2 നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി കട്ടൊന്നുമില്ലാതെ നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കണം. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. നമുക്ക് ഈ റവയൊക്കെ ഒന്ന് കുതിർന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയട്ടെ. അതിന് ശേഷം നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ ഇപ്പോൾ റവയെല്ലാം കുതിർന്നിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നു. നമ്മുടെ ബാറ്റർ കണ്ടോ ഇപ്പോൾ ഇങ്ങനെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക.
ഇപ്പോൾ എല്ലാം ദേ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം കേട്ടോ നമ്മുടെ ബാറ്റർ കിട്ടാനായിട്ട്. ഇതുപോലെ കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ്. ഒരുപാട് അങ്ങനെ ലൂസായി പോവരുത്. അപ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഈ സ്നാക്ക് എന്തിലാണോ റെഡിയാക്കി എടുക്കുന്നത് ആ പ്ലേറ്റ് എടുക്കുക. ഞാനപ്പോൾ ഇതുപോലെ കുറച്ച് ബൗളാണ് ട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ബൗളോ ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലേറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി ട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ദേ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് വാഴയില എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നില്ല, വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ വാഴയിലൊക്കെ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെയും കൂടി ഒരു സ്മെല്ലൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റല്ലേ കഴിക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാ ബൗളിലും നമുക്ക് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ വാഴയില വെച്ച് കൊടുക്കാം. ഇപ്പോൾ എല്ലാ ബൗളിലേക്കും ഞാൻ ഇതേപോലെ ഇങ്ങനെ വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. കണ്ടോ ഇപ്പോൾ എല്ലാത്തിലും ബാറ്റർ ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് സ്റ്റീമറിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ ആദ്യം തന്നെ. എന്നിട്ട് വേണം നമ്മൾ ഈ ബൗൾ അതിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതിപ്പോൾ ചൂടാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് ഈ ബൗൾ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ ഇത് കുക്കായിട്ട് വരും. അപ്പോൾ അത് കഴിയട്ടെ. അതിന് ശേഷം നമുക്കെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. കണ്ടോ നന്നായിട്ട് തന്നെ നമുക്കിത് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ റെഡി ആയിട്ട് വന്നു. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം ഇത് ചൂട് പോകാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബാറ്ററും റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ചൂടൊക്കെ പോട്ടെ, അതിന് ശേഷം നമുക്കെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. നല്ലതുപോലെ ചൂട് പോയി തണുത്ത് വന്നതിന് ശേഷം വേണം കേട്ടോ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു സ്പാച്ചില വെച്ചിട്ട് പതുക്കെ ഒന്ന് നീക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് വിട്ട് കിട്ടും കേട്ടോ. നമ്മൾ പിന്നെ താഴെ ഇലയൊക്കെ വെച്ചതിൻ്റെ പേരിൽ തന്നെ വേഗം തന്നെ നമുക്ക് ഇതിൽ നിന്ന് വിട്ട് കിട്ടും. കണ്ടോ നന്നായിട്ട് തന്നെ നമുക്കിത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കിനി ബാക്കിയുള്ളതെല്ലാം ഒന്ന് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ളൊരു നാടൻ പലഹാരമാണ്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇതിൻ്റെ അകത്ത് ആ ചവരിയും പഴമൊക്കെ വന്നപ്പോൾ ഇത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് ഉറപ്പായിട്ടും നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഒക്കെ പറയാം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.